ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ പപ്പിമോളെ ശ്യാമയ്ക്ക് തിരികെ കിട്ടിയിരിക്കണേ. ശ്യാമ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയും, ഒരുപാട് ഉമ്മ കൊടുക്കും. മോളെ അമ്മയോട് ക്ഷമിക്കണം, പപ്പിയേക്കും അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി എവിടെ പോയതാ? അയ്യോ അങ്ങനെയല്ല മോളെ, അത് സാഹചര്യം. മോൾക്ക് എന്തെങ്കിലും വേണോ? വിശക്കുന്നുണ്ടോ എന്റെ കുട്ടിക്ക്? എനിക്കിപ്പോ ഇത്തിരി വെള്ളം മതിയമ്മേ, വല്ലാത്ത ദാഹമുണ്ട്. പപ്പി ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ ശ്യാമയ്ക്ക് അങ്ങ് സങ്കടം ഇരട്ടിയാവാണേ. ഇപ്പൊ തരാം എന്ന് പറഞ്ഞ പപ്പിമോളെ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരണേ. അവിടെ രോഹിത്തും സുസ്മിതയുണ്ട്. ഇവരിറങ്ങി വരുമ്പോ സുസ്മിത ഇങ്ങനെ കാണണേ രോഹിത്തും. ശ്യാമ കിച്ചണിൽ പോകാൻ തുടങ്ങുമ്പോ സുസ്മിത എഴുന്നേറ്റിട്ട് പറയും, നിക്ക്, നീ ഞങ്ങളെ ചതിച്ചു, ഇനി നീ ഈ വീട്ടിൽ വേണ്ട, നിന്റെ മോളെയും കൊണ്ട് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ശ്യാമയ്ക്ക് ദേഷ്യം വരും. സുസ്മിതേ, എന്റെ മോള് വെള്ളം പോലും കുടിക്കാതെ തളർന്നിരിക്കുക, എനിക്കിപ്പോ എന്റെ മോൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കണം, എന്നിട്ട് നിങ്ങൾ പറയുന്ന എന്തു ഞാൻ കേൾക്കാം, വാ മോളെ എന്ന് പറഞ്ഞ പപ്പിക്കുട്ടി പോകാൻ തുടങ്ങുമ്പോ സുസ്മിത തടഞ്ഞു വെക്ക. എങ്ങോട്ടാ? കേൾക്കേണ്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞൊന്നും നീ കേട്ടില്ലല്ലോ, ഇനി നീ ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട, പക്ഷേ ഈ വീട് വിട്ട് ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇത് കേൾക്കുന്ന ശ്യാമൻ ഞെട്ടിപ്പോവാണേ. രോഹിത്തിന് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടൊന്നും ഒരു കുലുക്കമില്ല. അവിടെ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കുക. ഈ രാത്രി ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എവിടെ പോവാനാ? സുസ്മിത പറയും, അതൊന്നും എനിക്കറിയില്ല, നിന്നെ സഹായിച്ച ഒരുപാട് പേരില്ലേ. അപ്പൊ ശ്യാമ രോഹിത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, രോഹിത്തെ, ഇപ്പൊ എന്നെ ഈ സമയത്ത് ഇറക്കി വിടരുത്, ഒന്ന് നേരം വെളുത്തോട്ടെ, എന്നിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. രോഹിത് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സുസ്മിത പറഞ്ഞത് കേട്ടിരുന്നെങ്കിലേ നിനക്ക് ഈ വിധി വരുമായിരുന്നോ? നീ നിന്റെ തന്നിഷ്ടം കാണിച്ചു, അതിനെ നീ അനുഭവിക്കുക തന്നെ വേണം. അപ്പോഴേക്ക് സുസ്മിത, ഇറങ്ങടി വെളിയിലെ, ഇറങ്ങാൻ എന്ന് പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. പപ്പി അമ്മേ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എനിക്കിത്തിരി വെള്ളം വേണമ്മേ. അപ്പോഴും സുസ്മിത പറയും, ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിക്കൊള്ളണം. അവളുടെ ഒരു വെള്ളം, വാടി ഇങ്ങോട്ടെ എന്ന് പറഞ്ഞ് ശ്യാമയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാ. പപ്പിമോള് അമ്മയെന്ന് വിളിച്ച് കരഞ്ഞോണ്ട് പോവും. രോഹിത്തിന് ഇപ്പോഴും ഒരു കുലുക്കമില്ല, അവിടെ തന്നെ ഇരിക്കുക. ഇറങ്ങടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് അങ്ങ് വലിച്ചെറിയും. പപ്പിമോള് അമ്മയെന്ന് വിളിച്ച് ഓടി വരും. രോഹിത് അവിടുന്ന് പതിയെ എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരിക. സുസ്മിതയെ ചതിച്ചിട്ട് സുസ്മിതയുടെ ചെലവില് ഇവിടെ ഉണ്ടു ഇറങ്ങി കഴിയാന്ന് നീ കരുതിയല്ലേ? ഇത് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെ വന്നത്. എന്റെ ചെലവിൽ കഴിഞ്ഞിട്ട് എനിക്കിട്ട് പാര വെക്കുന്നവളെ, അങ്ങനെ ഒരുവളെ ഞാൻ എന്റെ കുടുംബത്തിൽ പൊറപ്പിക്കില്ല. ഭാര്യയും കൊച്ചിനെയും പുറത്താക്കിയതിന് നിനക്ക് സങ്കടമുണ്ടോ? രോഹിത് പറയും, ആരുടെ ഭാര്യ, ആരുടെ കൊച്ച്? ശ്യാമ അങ്ങ് തകർന്നു പോവും. അതും പറഞ്ഞ് രോഹിത് അകത്തേക്ക് കയറി പോകും. ശ്യാമ രോഹിത്തെ എന്നവിടെ നിന്ന് ദയനീയമായി വിളിക്കുന്നുണ്ടെങ്കിലും രോഹിത് അതൊന്നും തിരിഞ്ഞു നോക്കാതെ അവിടുന്ന് പോവാ. സുസ്മിത പറയും, കേട്ടല്ലോ, ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അതും പറഞ്ഞ് സുസ്മിത അകത്തേക്ക് കയറി ആ ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ്. രോഹിത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ശ്യാമ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പപ്പിയെയും. പപ്പി പറയും, പോവാമേ, എന്തിനാ ഇവിടെ നിന്ന് വഴക്ക് കേൾക്കുന്നേ? പോവാം മോളെ, പോവാം, നമ്മള് വേണ്ടാത്തവരെ നമുക്കും വേണ്ട. രോഹിത് ഇങ്ങനെ അകത്തിരുന്നെന്തോ ആലോചനയിലാണ്. പപ്പി അമ്മയെന്ന് വിളിച്ച് ശ്യാമയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അനൂപ് നൂറിനെ കാണാൻ വന്നിരിക്കുക. നൂറ് ടെൻഷനോട് ചോദിക്കും, എന്തിനാ അനൂപ് ഇപ്പൊ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ആ നസീർക്ക് എങ്ങനെ കണ്ടോണ്ട് വന്ന അനൂപ് നൂറിന്റെ വീട്ടിലേക്കാ വന്നിരിക്കുന്നത്. അനൂപയ്ക്ക് ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? നൂറ് പറയും, അത് പിന്നെ അനൂപ് പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. അനൂപ് പറയും, ഇല്ല, മറുപടി കിട്ടിയിട്ടേ ഞാൻ പോവും, എനിക്കറിയണം നിന്റെ തീരുമാനം എന്താണെന്ന്. നൂറ് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ബാപ്പച്ചിയെ എതിർത്തുകൊണ്ട്, എന്റെ ബാപ്പച്ചിയെ സങ്കടപ്പെടുത്തുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കണ്ട. അതിൽ അനൂപ് നൂറിന്റെ കൈ പിടിക്കും. നമ്മുടെ സ്നേഹത്തിന് താൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അപ്പൊ നൂറ് ആ കൈ മുറുകെ പിടിച്ചിട്ട് പറയും, ഇല്ലെന്ന് ആര് പറഞ്ഞു? എന്റെ മനസ്സിൽ അനൂപ് എന്നും ഉണ്ടാകും. ആ സ്ഥാനത്തേക്ക് ഈ ജന്മം മറ്റൊരാൾ കടന്നു വരില്ല. എന്നെ വേറെ ആർക്കും സ്വന്താക്കാനും കഴിയില്ല. അനൂപിന്റെ പെണ്ണായിട്ട് തന്നെ ഈ ജീവിതം ഞാൻ ഇവിടെ ജീവിച്ചു തീർക്കും. അനൂപ് ഇപ്പൊ പോ എന്ന് പറഞ്ഞ് നൂറ് പോകാൻ തുടങ്ങുമ്പോ അനൂപ് ആ കൈ പിടിച്ചു വെച്ചിട്ട് പറയും, അത് ജീവിതം ഇല്ലാതാക്കുന്നതിന് തുല്യല്ലേ? നൂറ് പറയും, എനിക്ക് എന്റെ ജീവിതത്തെക്കാളും വലുത് ബാപ്പച്ചിയുടെ അഭിമാനമാണ്. ഈ സമയം ഇത് സുബൈർക്ക ജനവാതിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴാ വന്ന് നിൽക്കുന്നത്. അങ്ങനെ നൂറ് പറയാണ്, ഒരാൾക്ക് മുന്നിലും എന്റെ ബാപ്പച്ചി തല കുനിക്കാൻ പാടില്ല, എന്റെ പേര് പറഞ്ഞ് അപമാനിക്കപ്പെടാനും പാടില്ല. അനൂപ് പറയും, നൂറെ, നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല, പക്ഷേ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്, എത്ര കാലം വേണമെങ്കിലും, കാരണം എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് കൈ പിടിക്കണേ. നൂറ് കൈ മാറ്റിയിട്ട് പറയും, എന്നെ താനൊന്നും മനസ്സിലാക്ക്, എന്റെ ബാപ്പച്ചിയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങി വരില്ല. മറ്റൊരു വിവാഹം വന്നാ അതെന്റെ മയത്തിൽ അവസാനിക്കൂ. ഇത് കേൾക്കുന്ന അനൂപിന് അങ്ങ് സങ്കടവും ഞെട്ടിലും വരികയാണ്. ഇതെല്ലാം കേൾക്കുന്ന സുബൈർക്കയും ഞെട്ടിപ്പോവാ. അത്രയും പറഞ്ഞ് നൂറ് അകത്തേക്ക് പോകും. അപ്പൊ തന്നെ സുബൈർക്കയെ കാണണേ. നൂറൊന്ന് പേടിക്കും. തിരിഞ്ഞ് അനൂപിനെ നോക്കിയ ശേഷം അകത്തേക്ക് കയറി പോവാണേ. അനൂപും സുബൈർക്കയെ കണ്ടു. സുബൈർക്ക നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ പിന്നെ അവിടെ നിൽക്കുന്നില്ല. ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോവാ. നൂറിങ്ങനെ സങ്കടത്തോടു കൂടെ റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് സത്യയാണ്. സത്യ എഴുന്നേറ്റ്, നേരം വെളുത്തോ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കും. ശാരദാമ്മയെ വിളിച്ചോണ്ട്, വിളിച്ചാലും വിളി കേൾക്കില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി നോക്കുമ്പോ അപ്പുറത്തെ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ശാരദാമ്മ. ചായ എവിടെ ശാരദാമ്മേ? പോയി ഫ്രഷ് ആയിട്ട് വാ. ആദ്യമൊക്കെ പല്ല് തയ്ക്കാതെ ജലപാനം പോലും കഴിക്കാത്ത കുട്ടിയായിരുന്നോ? ഓ, ഇനിയിപ്പൊ അതൊരു പ്രശ്നമാക്കണ്ട, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സത്യ അവിടുന്ന് പോകും. അങ്ങനെ മുന്നിലെ വാതിലുറന്ന് നോക്കുമ്പോണ്ടാവും പപ്പിയും ശ്യാമയും അവിടെ കിടന്നുറങ്ങുന്നേ. ശ്യാമയുടെ മടിയില് പപ്പി തലവെച്ചുറങ്ങണേ. ഇത് കാണുന്ന സത്യ ഞെട്ടും. പപ്പിയോ? ശേഷം വേഗം അകത്തേക്ക് കയറിപ്പോയി ശാരദാമ്മയോട് കാര്യം പറയും. പപ്പിയോ
എന്ന് ശാരദാമ്മ ഞെട്ടിലോട് ചോദിക്കുമ്പോ ശ്യാമേന്റിയുണ്ട്. ശാരദാമ്മ ഞെട്ടുന്നുണ്ട്. മോള് വന്നേ എന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോയി നോക്കുകയാണേ. അങ്ങനെ ശാരദാമ്മ വന്ന് ഇവരെ കാണുമ്പോ ഞെട്ടും. വേഗം ശ്യാമയെ വിളിച്ചെഴുന്നേൽപ്പിക്കണേ. ശ്യാമയും പാപ്പയും എഴുന്നേൽക്കും. നീ എപ്പോഴാ മോളെ വന്നത്? എന്നിട്ട് നീ എന്താ വിളിക്കാഞ്ഞത്? ശ്യാമ അമ്മേന്ന് വിളിച്ചോണ്ട് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക. നീ എന്താടി ഒന്നും പറയത്തത്? ശ്യാമ പറയും, എനിക്ക് വയ്യ അമ്മേ, എനിക്ക് എന്റെ ജീവിതം മടുത്തു, ഇനി സഹിക്കാൻ എനിക്ക് വയ്യ, ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു എന്ന് പറഞ്ഞിങ്ങനെ നിർത്താണ്ട് കരയുമ്പോ ശാരദാമ്മ പറയും, എടി ഈ കുഞ്ഞിനെ കൂടെ വിഷമിപ്പിക്കല്ലേ, നീ അകത്തേക്ക് കയറേ, ഇനി അവൻ സംസാരം. അങ്ങനെ ശാരദാമ്മ അവരെ കൂട്ടി അവിടുന്ന് പോകുകയാണേ. സത്യം ഇങ്ങനെ നോക്കി നിൽക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പുതിയ ഓട്ടോറിക്ഷയാണ്. ഓട്ടോശ്രീ എന്ന പേര് അപ്പോഴാണ് അതിലൊട്ടിക്കുന്നത്. കമലൻ ഇങ്ങനെ നോക്കി നിൽക്കും. വിഷ്ണുക്കും പേരെങ്ങനെ ഉണ്ടടാ? എന്റെ ആശാനെ പേര് കലക്കി, നല്ല ഐശ്വര്യമുള്ള പേര്, എന്തുകൊണ്ടും ഇതൊരു പുതിയ തുടക്കാവോ ആശാനെ? വിഷ്ണു പറയും, ആവണം, കളക്ടറാണ് ജാമ്യത്തിൽ നിൽക്കുന്നതെങ്കിലേ മാസാമാസം ഞാൻ തന്നെ ലോൺ അടയ്ക്കണ്ടേ? കമലും പറയാം, അതിനുള്ള വകയൊക്കെ കിട്ടും ആശാനെ, സാധാരണക്കാരന്റെ വാഹന ഓട്ടോ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതും സാധാരണക്കാരനല്ലേ, അവരാശാനെ കൈവിടില്ലെന്നുള്ള കാര്യം ഉറപ്പാണേ. അപ്പോഴേക്കും അവിടെ ഓട്ടോയുടെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവും. വിഷ്ണുക്കും, അല്ല നീ ആ ഓട്ടോ സ്റ്റാൻഡിൽ സംസാരിച്ചില്ലേ? ഓ അതൊക്കെ ഞാൻ പറഞ്ഞു, ആശാന്റെ വരവ് കാത്ത് നിൽക്കുക ഓട്ടോ സ്റ്റാൻഡിലുള്ളവരെ. ലോറി താവളത്തിലെ കഥകളൊക്കെ പറഞ്ഞു ഞാൻ വെച്ചതുകൊണ്ട് ആശാനെ അവര് പിടിച്ചൊരു ഓട്ടോ നേതാവാക്കാനും സാധ്യതയുണ്ട്. വിഷ്ണു പറയും, അപ്പൊ ഇവിടെയും അടിക്ക് പഞ്ഞൊന്നും ഉണ്ടാവില്ലെന്ന് സാരം. പിന്നെ ഭാര്യ കളക്ടറാണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കമലം പറയും, പറയണായിരുന്നു ആശാനെ. അതിൽ വിഷ്ണു പറയും, ഒരൊറ്റ പറയണ്ട കേട്ടാ, ഓട്ടോ ആണ് പലരും കേറുന്നതാ. പറഞ്ഞ് അതൊരു സംസാര വിഷയമായി. പിന്നെ അത് ശാലിനി അറിഞ്ഞ് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അത് മനസ്സിലുണ്ടാകും. ഞാൻ കാരണം ഇനി അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കണം. കമലൻ പറയും, എന്തായാലും ആശാന്റെ ഇഷ്ടം, ഒന്ന് മാറിക്കേ എന്ന് പറഞ്ഞ് കമലൻ ഓട്ടോനെ പിടിച്ച് ഒരുപാട് ഉമ്മ അല്ല പറ, ആദ്യത്തെ യാത്ര എങ്ങോട്ടാ? യാത്ര ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക്. കമലൻ ചോദിക്കും, അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ? നീ കണ്ടിട്ടില്ല? എന്നാ നമുക്ക് നമ്മുടെ ഓട്ടോ ശ്രീയെ കുടുംബശ്രീയിൽ പോയി ഒന്ന് പൂജിച്ചിട്ട് വരാം. നീ കേറടാ. കമലൻ ചാടി കയറും. അങ്ങനെ വിഷ്ണു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാടാ എന്ന് പറഞ്ഞ ഓട്ടോയിൽ കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ വിഷ്ണു ഓട്ടോയുമായിട്ട് നേരെ അവിടുന്ന് പോകും കുടുംബശ്രീ വീട്ടിലേക്ക്. ഇതേ സമയം മക്കള് രണ്ടുപേരും അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ശാരദാമ്മ പറയും, അതെ കളിക്കുന്നതൊക്കെ കൊള്ളാം, ഒന്നാം സ്ഥാനമായിട്ട് എങ്ങോട്ട് വരാവൂ. അപ്പൊ സത്യ പറയും, അത് ഉറപ്പല്ലേ ശാരദാമ്മേ. അങ്ങനെ അവരവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണേ. മറ്റേ ഹോളിലാണെങ്കിൽ ശാലിനിയും ശ്യാമയോടും സംസാരിക്കുക. ശ്യാമേ, നീ പറഞ്ഞതെല്ലാം ശരിയാ, പക്ഷെ ഈ അവസ്ഥയിൽ നമ്മള് ശാരദാമ്മ വന്നിട്ടേക്ക് ഇതിപ്പോഴും പറഞ്ഞു തീർന്നില്ലേ? അവനെ കള്ളും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങനെ അവൾക്കൊപ്പം തുള്ളുന്നത്, അതൊന്നും ഇല്ലെങ്കിൽ അവനൊരു ശല്യത്തിനും വരാറില്ലല്ലോ. ആ സുസ്മിതയാ അവനെ കൊണ്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ശാലിനി പറയും, അങ്ങനെ ഇപ്പൊ ആരെങ്കിലും വന്ന് കുഴപ്പമുണ്ടാക്കാൻ പറഞ്ഞാലേ നമ്മൾ കുഴപ്പമുണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? ആ പറയുന്നവരെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തൊപ്പിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശാരദാമ്മ ശ്യാമയോട് പറയും, ഞാൻ പറയുന്നത് നീ ഇനി അങ്ങോട്ട് പോവണ്ടെന്നാ. കുടുംബവും ഭാര്യയൊക്കെ വേണമെന്ന് അവന് സ്വയം തോന്നട്ടെ, അപ്പൊ അവൻ താനെ വന്നോളൂ. അങ്ങനെ അവനെ നന്നാക്കി എടുക്കാൻ പറ്റൂ. ശാലിനി പറയും, ഇനി ചിലപ്പോ അതിനുള്ള അവസരം കിട്ടുന്നത് ജയിലിലുള്ളവർക്കായിരിക്കും. അത് കേൾക്കുമ്പോ ശ്യാമയും ശാരദാമ്മയും ഞേട്ടിലോടെ അതെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള രീതിയിൽ നോക്കുമ്പോ ശാലിനി രണ്ടുപേരെയും നോക്കും. ശാരദാമ്മയോട് പറയും, മനസ്സിലായില്ലേ, അവിടെ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും കൂടി നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ബിസിനസ്സുകൾക്ക് അന്വേഷണ വിഭാഗത്തിന്റെ നോട്ടെത്തിയിട്ടുണ്ട്. പിടിക്കപ്പെട്ട രോഹിത് അകത്താ. ഇത് കേൾക്കുന്ന ശ്യാമയും ശാരദാമ്മയും ഞെട്ടും. ചന്ദ്രബോസിന്റെ ബുദ്ധി എല്ലാ ചുമതലകളും രോഹിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും രോഹിത്തിനെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്നുകൊണ്ടുള്ള കളി. പിടിക്കപ്പെട്ട പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരാള്, അതാണിപ്പോ രോഹിത്. ചന്ദ്രബോസിന്റെ തന്ത്രങ്ങൾ ഫലിച്ചാൽ രോഹിത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. ശ്യാമ അങ്ങ് പേടിക്കും. കുഞ്ഞിച്ചി, അപ്പൊ രോഹിത്? ശാലിനി പറയും, കണ്ടില്ലാമേ, ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊരു ആപത്ത് വരുന്നു അറിഞ്ഞപ്പോ ഇവളുടെ സ്വഭാവമേ മാറിയത് കണ്ടോ? ഇത്രയും നേരം സംസാരിച്ച മുഖാണോ ഇവളുടേത്? ശ്യാമയുടെ മുഖത്ത് ഇപ്പൊ എന്ത് പറയണമെന്നറിയാതെ നിക്കണേ. ശാരദാമ്മ പറയും, അതിപ്പോ അങ്ങനെയല്ലേ വരൂ, എന്തൊക്കെ വന്നാലും അവൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ശ്യാമ ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുക. അപ്പോഴേക്കും ശാലിനിക്ക് ഒരു കോള് വരിക. അത് കേൾക്കുന്ന ശാലിനി അങ്ങ് ഞെട്ടലോടുകൂടി അവിടുന്ന് എഴുന്നേൽക്കുക. ഇത് കാണുമ്പോ എല്ലാവരും പേടിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശാലിനി കോള് കെട്ടയ്യാ. ശാരദാമ്മയ്ക്കും, എന്താടി? റെയ്ഡ് നടന്നു, രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു. ഈശ്വര എന്ന് പറഞ്ഞ് ശാരദാമ്മ നെഞ്ഞത്ത് കൈവയ്ക്ക. അല്ല കുഞ്ഞിച്ചി, അമ്മേ എന്നിങ്ങനെ പറഞ്ഞ് ശ്യാമ ടെൻഷനോടെ നിക്കണേ. അങ്ങനെ ആ സത്യാമ്മയുടെ പഴയ വീടിന് മുന്നിലെ പോലീസ് വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കണേ. അപ്പോഴേക്കും ചന്ദ്രബോസ് വേറെ കാറിലെ വരുന്നുണ്ട്. വേഗം വന്ന് ഇറങ്ങുക. അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോണ്ടാവും രോഹിത്തിനെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. രോഹിത്തിനെ കാണുമ്പോ ബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ നിൽക്കണല്ലോ, രോഹിത്തിന് ഇപ്പൊ നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ബോസ് വയ്ക്കും, എന്തോടെ ഇത് എന്തിന്റെ പേരിലാ ഇത് ഈ കാണിക്കുന്നത്? മനുഷ്യത്വത്തിന് ചേർന്നതല്ല. അപ്പൊ അറസ്റ്റ് ചെയ്തവര് പറയും, വ്യാജമദ്യം ഉണ്ടാക്കുന്നതും അത് ബിസിനസ്സായി വിൽപ്പന നടത്തുന്നതും നല്ല പ്രവൃത്തിയാണെന്നാണോ സാറ് പറയുന്നത്? അപ്പൊ ബോസ് ഇങ്ങനെ രോഹിത്തിനെ നോക്കും. എടോ, ഈ കാണിക്കുന്നത് മര്യാദകേടാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടേ
വ്യക്തിവൈരാഗ്യം തീർക്കാനായി നമ്മൾ ബലിയാടാവരുത്. ഇവനെ കൊടുക്കാനായിട്ട് ശാലിനി വിഷ്ണു ഒരുക്കിയ കെണിയാണിത്. അപ്പൊ അവര് പറയും, സാർ തെളിവ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇവന് ഇതിന്റെ ബിസിനസ് ഉണ്ട്, വ്യക്തമായ എവിഡൻസിന്റെ പുറത്ത് സാർ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബോസ് പറയും, എടോ അതൊക്കെ ഈ പാവത്തിനെ കൊടുക്കാൻ വേണ്ടി അവരൊരുക്കിയതാ. എടോ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള ഈ വീട് ഇവനിപ്പോ ലേലത്തിൽ പിടിച്ചതിന്റെ വൈരാഗ്യാണ് അവരീ കാണിച്ചു കൂട്ടുന്നതല്ല. എടോ വെറും അനാഥനെ പോലെയുള്ള ഇവൻ ഇത്രയും വലിയ സ്വത്തിന്റെ ഉടമസ്ഥനായതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവൾക്ക്. അതൊന്നും മാത്ര ഈ കാണിച്ചു കൂട്ടുന്നതിന് പിന്നിലുള്ളത്. അപ്പൊ അവര് പറയും, സാർ ഞങ്ങൾക്ക് നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ പറ്റൂ, സാർ സഹകരിക്കണം. ബോസ് പറയും, എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടേ നിങ്ങൾക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. പറ, ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയ നിങ്ങൾ ഈ പ്രഹസനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞാ മതിയോ എന്നും പറഞ്ഞുകൊണ്ടേ ശ്രീരഞ്ജനുമായിട്ടുണ്ടാവും അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. ശ്രീരഞ്ജനെ കാണുമ്പോ ബോസ് ഒന്ന് ഞെട്ടും. മേലുദ്യോഗസ്ഥയാണല്ലോ, അടുത്ത് വരുമ്പോ വേഗം എല്ലാവരും സല്യൂട്ട് ചെയ്യും. ബോസും, മതിയോ മറുപടി ഞാൻ പറഞ്ഞാ മതിയോ മിസ്റ്റർ ACP? അത് മേഡം. അപ്പോഴേക്കും സുസ്മിതയും പുറത്തേക്ക് ഇറങ്ങി വരിക. അസിസ്റ്റന്റ് കമ്മീഷണറുടെ മൂക്കിൻ തുമ്പിൽ നിന്നും ഇങ്ങനൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായി ഉണ്ടാവുന്ന ചോദ്യമായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി തരേണ്ട ആവശ്യം എനിക്കില്ല. എങ്കിലും പറയാം, കുറെ അധിക ദിവസങ്ങളായി നിങ്ങൾ അറിയാതെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുകയായിരുന്നു. ഇവിടെ ഇവന്റെ സഹായിയായിട്ട് വന്നു പോയിട്ടുള്ളവ എല്ലാവരും ഞങ്ങളുടെ നോട്ടപ്പുള്ളികളുമാണ്. ഇത് കേൾക്കുമ്പോ ബോസ് ഇങ്ങനെ സുസ്മിതയെ നോക്കുന്നുണ്ട്. അവരും അവിടെ തന്നെ ഉള്ളതാണല്ലോ, അവിടെ വന്നും പോവാറുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഞെട്ടിലോട് കൂടെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്